നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഗൂഗിൾ മാപ്പിൽ GPS യൂസ് ചെയ്തെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഒരു ഭൂമിയിൽ നിൽക്കുന്ന ഒരു ഒബ്ജക്റ്റിന്റെ പൊസിഷൻ എങ്ങനെയാണ് GPS കണ്ടുപിടിക്കുന്നത്, ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം. അപ്പോൾ GPS എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അതുപോലെ ഇതിന്റെ പിറകിലുള്ള ടെക്നിക്സ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം. ഈ പണ്ടത്തെ കാലത്ത് GPS ഒന്നും ഇല്ലാത്തൊരു സമയത്ത് ഈ ആളുകൾ ഈ പൊസിഷൻ കണ്ടുപിടിച്ചിരുന്ന ഈ നക്ഷത്രങ്ങൾ നോക്കിയിട്ട്, അപ്പോൾ അവർക്കറിയാം അതായത് പെർട്ടിക്കുലർ സ്ഥലത്ത് നിന്ന് ഒരു പെർട്ടിക്കുലർ സമയത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു നക്ഷത്രം ഈ ഒരു സ്ഥലത്തായിരിക്കും എന്നുള്ളത്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടാണ് അവർ ലൊക്കേഷൻ അവർ കാൽക്കുലേറ്റ് ചെയ്തത്. അപ്പോൾ ഇതുപോലെ തന്നെ ഇപ്പോഴത്തെ കാലത്ത് ഈ നക്ഷത്രങ്ങൾക്ക് പകരം നമ്മൾ സാറ്റലൈറ്റ് യൂസ് ചെയ്യുന്നത്. 1978 കാലഘട്ടത്തിലാണ് ഈ ഫസ്റ്റ് GPS വരുന്നത്. അതായത് അമേരിക്കയിൽ അവരുടെ എയർഫോഴ്സിന്, അതായത് മിലിറ്ററി ആവശ്യങ്ങൾക്കാണ് ഈ ഫസ്റ്റ് GPS കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് പബ്ലിക്കലി ഈ ഒരു GPS ആയിട്ട് ആർക്കും ഒരു ആക്സസ് ഉണ്ടായിരുന്നില്ല. ഈ മിലിറ്ററിക്കാർ മാത്രം യൂസ് ചെയ്തിരുന്നത്. പിന്നെ കുറച്ച് കാലം കഴിഞ്ഞ ശേഷമാണ് ഈ GPS പബ്ലിക്കലി ആക്സസ് കൊടുത്തത്. അതായത് ഇനിയുള്ള ചോദ്യം, ഒരു സാറ്റലൈറ്റ് വെച്ചിട്ട് ഒരു ഒബ്ജക്റ്റിന്റെ പൊസിഷൻ കണ്ടുപിടിക്കാൻ പറ്റൂ എന്നുള്ളതാണ്. അല്ലെങ്കിൽ എത്ര സാറ്റലൈറ്റ് വേണ്ടി വരും? നമ്മുടെ ചാനലിൽ IT ഫീൽഡിൽ ഒരു കരിയർ ഡെവലപ്പ് ചെയ്യാനുള്ള എല്ലാ ട്യൂട്ടോറിയൽസും അവൈലബിൾ ആണ്. അപ്പോൾ ഇതൊക്കെ കണ്ട് പഠിക്കുമ്പോൾ എന്ത് വന്നാലും സംശയങ്ങളൊക്കെ വരാം. ഈ സംശയങ്ങളൊക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രീ 1 month സപ്പോർട്ട് നമ്മുടെ ചാനൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മുടെ prototype.com എന്നുള്ള വെബ്സൈറ്റ് കയറിയിട്ട് ഈ ഫോം ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് നിങ്ങളൊരു ടെലിഗ്രാം ഗ്രൂപ്പിലോട്ട് എൻ്റർ ചെയ്യിപ്പിക്കും. ഈ ടെലിഗ്രാം ഗ്രൂപ്പിൽ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് മലയാളത്തിലോ ഇംഗ്ലീഷിലോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾ ഡൗട്ടുകൾ ചോദിച്ചിട്ട് ക്ലിയർ ചെയ്യാൻ പറ്റും. അതുപോലെ ഓൺലൈനിൽ വീട്ടിലിരുന്ന് പഠിക്കുമ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാർക്ക് ഇവിടെ വന്ന് നമ്മുടെ ടീമിൻ്റെ കൂടെ നമ്മുടെ ഇരുന്ന് വർക്കൗട്ട് ചെയ്യുന്ന ഒരു ബ്രോ ക്യാമ്പ് എന്നുള്ള പ്രോഗ്രാമും കൂടെ ഉണ്ട്. ഈ പ്രോഗ്രാമിനെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യുക. നിങ്ങൾ ഏതൊരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന ആളായാലും IT ഫീൽഡിലൊരു കരിയർ ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ സൗകര്യങ്ങളൊക്കെ യൂസ് ചെയ്യുക. അതുപോലെ ഈ നമ്പറുകളിലും കോൺടാക്ട് ചെയ്യുക. അതായത് ഇനിയുള്ള ചോദ്യം, ഒരു സാറ്റലൈറ്റ് വെച്ചിട്ട് ഒരു ഒബ്ജക്റ്റിന്റെ പൊസിഷൻ കണ്ടുപിടിക്കാൻ പറ്റൂ എന്നുള്ളതാണ്. അല്ലെങ്കിൽ എത്ര സാറ്റലൈറ്റ് വേണ്ടി വരും? അപ്പോൾ ഞാനത് വേറൊരു എക്സാമ്പിൾ വെച്ചിട്ട് ഞാൻ പറഞ്ഞുതരാം. ഞാനിപ്പോൾ കേരളത്തിനോട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ എൻ്റെ കയ്യിൽ GPS മൊബൈൽ ഒന്നുമില്ല. ഞാൻ പോകുന്നത് എൻ്റെ കയ്യിലൊരു പേപ്പറിൽ വരച്ചൊരു മാപ്പുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ പോകുന്നത്. അപ്പോൾ രാത്രിയാണ്. അപ്പോൾ ഞാൻ സ്ഥലത്ത് എത്തി. അപ്പോൾ ആ സമയത്ത് എനിക്ക് വഴി തെറ്റി. എനിക്ക് എങ്ങോട്ടാണ് പോകേണ്ടത് അറിയില്ല. അപ്പോൾ ചോദിക്കാൻ അവിടെ ആരുമില്ല ഇന്ന് ഏതാ ലൊക്കേഷൻ എന്ന്. അപ്പോൾ ഞാനൊരു ബോർഡ് കണ്ടു, തൃശ്ശൂരിൻ്റെ അവിടെ 50 കിലോമീറ്റർ. അപ്പോൾ നമുക്ക് മനസ്സിലായി അതായത് തൃശ്ശൂരിൽ നിന്ന് ഒരു 50 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ഒരു തൃശ്ശൂർ എന്നൊരു സെൻറ്റർ ആക്കിയിട്ട് നമ്മളൊരു സർക്കിൾ, ഒരു 50 കിലോമീറ്റർ റേഡിയസിൽ ഒരു സർക്കിൾ വരച്ച് കഴിഞ്ഞാൽ ആ സർക്കിൾ എവിടെയോ ആണ് നമ്മൾ നിൽക്കുന്നത്. അത് എവിടെയാണ്? അപ്പോൾ നോക്കുമ്പോൾ വേറൊരു ബോർഡ്, കൊച്ചിയിലോട്ട് ഒരു 40 കിലോമീറ്റർ. അപ്പോൾ കൊച്ചിയിൽ നിന്ന് ഒരു 40 കിലോമീറ്റർ റേഡിയസിൽ നമ്മൾ വേറൊരു സർക്കിൾ വരയ്ക്കുക. അപ്പോൾ ഈ 2 സർക്കിളും കൂട്ടിമുട്ടുന്ന 2 പോയിന്റുകൾ വന്നു. ഇപ്പോൾ ഈ 2 പോയിന്റിൽ എവിടെയാണ് നമ്മൾ നിൽക്കുന്നതെന്ന് മനസ്സിലായി. അപ്പോൾ ഞാൻ ഒന്ന് ബാക്കോട്ട് തിരിഞ്ഞ് നോക്കിയപ്പോൾ വേറൊരു ബോർഡ്, കോതമംഗലത്തോട്ട് 35 കിലോമീറ്റർ. അപ്പോൾ ഇതേപോലെ കോതമംഗലത്തിൽ നിന്നൊരു 35 കിലോമീറ്റർ റേഡിയസിൽ ഞാൻ വേറൊരു സർക്കിൾ വരച്ചു. അപ്പോൾ ഈ 3 സർക്കിളും കൂടെ ഇന്റർസെക്ട് ചെയ്ത്, അതായത് ജോയിൻ ചെയ്യുന്ന ഒരു പോയിന്റ് നമുക്ക് കിട്ടി. ഇപ്പോൾ ഞാൻ ഒരു മാപ്പിൽ മാർക്ക് ചെയ്യാൻ പോകും. ആ പോയിന്റ് ഒരു ഏകദേശം ഒരു അങ്കമാലി സൈഡിലാണ് അത് വരുന്നത്. അപ്പോൾ അത് മനസ്സിലായി നമ്മൾ അങ്കമാലി സൈഡിലാണ് നിൽക്കുന്നതെന്ന്. അപ്പോൾ ഇങ്ങനെ നമുക്ക് അറിയുന്ന സ്ഥലങ്ങളിൽ നിന്നും ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്ത് ഈ 3 ജോയിൻ ചെയ്യുന്ന ഈ പോയിന്റ് കണ്ടുപിടിക്കുന്ന ഒരു മെത്തേഡാണ് ട്രയൽ ആൻഡ് എറർ. ഈ സെയിം മെത്തേഡാണ് നമ്മൾ സാറ്റലൈറ്റിലും നമ്മൾ യൂസ് ചെയ്യുന്നത്. അതായത് ഏകദേശം 24 ആക്റ്റീവ് സാറ്റലൈറ്റ്സ് നമ്മുടെ ഭൂമിയുടെ ഓർബിറ്റിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് ഈ GPS നമ്മുടെ ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ. ഈ ട്രയൽ ആൻഡ് എറർ 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് 2D, ഒന്ന് 3D. ഈ 2D എന്ന് പറയുമ്പോൾ അതായത് ഒരു 2D ലെവലിൽ ഒരു മാപ്പ് വരച്ച് കഴിഞ്ഞാൽ ഒരു പോയിന്റ് നമുക്ക് കണ്ടെത്താൻ പറ്റും. അതായത് ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡും. 3D എന്ന് പറയുമ്പോൾ ലാറ്റിറ്റ്യൂഡ്, ലോഞ്ചിറ്റ്യൂഡ്, ഓൺ ആൾട്ടിറ്റ്യൂഡ്, അതായത് എത്ര ഹൈറ്റിലാണ് നമ്മൾ നിൽക്കുന്നത് കൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ ഈ 2D ലെവൽ എങ്ങനെ കണ്ടുപിടിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ 2 സാറ്റലൈറ്റ് എടുക്കുക, A, B. ഇപ്പോൾ നേരത്തെ വരച്ച പോലെ A സാറ്റലൈറ്റിൽ നിന്നും നമ്മൾ പൊസിഷനിലൂടെ ഒരു ഡിസ്റ്റൻസ് ഉണ്ടായിരിക്കും. ആ ഒരു ഡിസ്റ്റൻസ് വെച്ച് നമ്മളൊരു സർക്കിൾ വരയ്ക്കാൻ പോകാം. സെയിം B എന്നുള്ള സാറ്റലൈറ്റിൽ നിന്നും ആ ഒരു ഡിസ്റ്റൻസ് വെച്ച് നമ്മൾ വേറൊരു സർക്കിൾ വരച്ചു. അപ്പോൾ ഇത് 2 കൂട്ടിമുട്ടുന്ന 2 പോയിന്റ് ഉണ്ടായിരിക്കും. അപ്പോൾ മൂന്നാമതൊരു സർക്കിൾ എടുക്കുന്നത് ഭൂമിയായിട്ട്. അപ്പോൾ ഭൂമിയെ സർക്കിളാക്കി എടുത്തു കഴിഞ്ഞാൽ ഈ ഭൂമിയും ബാക്കി 2 സാറ്റലൈറ്റിൻ്റെ സർക്കിളും കൂടി ജോയിൻ ചെയ്യുന്ന പോയിന്റ് ആയിരിക്കും നമ്മളെ ലൊക്കേഷൻ. ഈ 3D ലെവൽ എടുക്കുകയാണെങ്കിൽ നമ്മൾ സാറ്റലൈറ്റിൽ നിന്ന് ഒരു സ്ഫിയർ വരയ്ക്കാൻ പോകാം. നേരത്തെ സർക്കിളാണ് വരച്ചത്, ഇനി സ്ഫിയറാണ് വരയ്ക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ രണ്ടാമതൊരു സാറ്റലൈറ്റ് അവിടെ ഒരു സ്ഫിയർ വരച്ചു. അപ്പോൾ ഈ 2 സ്ഫിയറും കൂടെ ജോയിൻ ചെയ്യുന്ന ഒരു സർക്കിളായിരിക്കും. അപ്പോൾ മൂന്നാമതൊരു സാറ്റലൈറ്റ് കൂടെ നമ്മൾ യൂസ് ചെയ്യാൻ പോകാം. അപ്പോൾ മൂന്നാമത് സാറ്റലൈറ്റിൻ്റെയും ഒരു സ്ഫിയർ വരച്ചു, അതും ജോയിൻ ചെയ്യുന്നു. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഭൂമിയുടെ ഒരു സ്ഫിയറും. അങ്ങനെ ഈ 4 സ്ഫിയേഴ്സും ജോയിൻ ചെയ്യുന്ന പൊസിഷനായിരിക്കും നമ്മുടെ ലൊക്കേഷൻ. അപ്പോൾ നമ്മൾ 3 സാറ്റലൈറ്റ് യൂസ് ചെയ്തുകൊണ്ട് അതിൽ നിന്ന് സ്ഫിയേഴ്സ് വരച്ച് അത് ജോയിൻ ചെയ്യുന്ന ഒരു പോയിന്റ് കണ്ടുപിടിച്ചു അല്ലേ? അപ്പോൾ ഈ സ്ഫിയർ വരയ്ക്കണമെങ്കിൽ അതിൻ്റെ റേഡിയസ് കണ്ടുപിടിക്കട്ടെ. അതായത് ആ സാറ്റലൈറ്റിൽ നിന്നും ഈ ഒരു ഒബ്ജക്റ്റിലോട്ടുള്ള ഡിസ്റ്റൻസ്. നേരത്തെ നമ്മൾ തൃശ്ശൂരിൽ നിന്നും നമ്മൾ പൊസിഷനിലോട്ട് ബോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു 50 കിലോമീറ്റർ. അപ്പോൾ നമ്മുടെ ഈ പൊസിഷനിൽ നിന്നും സാറ്റലൈറ്റിലോട്ട് എത്ര ഡിസ്റ്റൻസ് ഉണ്ടെന്ന് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? അപ്പോൾ നമുക്കറിയാവുന്ന മൊബൈൽ GPS ഡിവൈസ് ഉണ്ട്.
ഈ GPS ഡിവൈസിലോട്ട് സാറ്റലൈറ്റിൽ എത്തും റേഡിയോ സിഗ്നൽസ് വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ റേഡിയോ സിഗ്നൽ 2 ഇൻഫോർമേഷൻസ് പാസ് ചെയ്യുന്നുണ്ട്. അതായത് അത് ഏത് സാറ്റലൈറ്റിൽ നിന്നാണ് വന്നിരിക്കുന്നത്, അതുപോലെ തന്നെ അത് ഏത് സമയത്താണ് സെൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു സാറ്റലൈറ്റിൽ നിന്ന് ഒരു സിഗ്നൽ അവൻ സെൻഡ് ചെയ്തു. ആ സെൻഡ് ചെയ്തിരിക്കുന്ന ആ ഒരു സമയം അവർ നോട്ട് ചെയ്യും. എന്നിട്ട് ആ ഒരു സിഗ്നൽ ഈ ഡിവൈസിൽ എത്തുന്ന സമയം നമ്മൾ GPS ഡിവൈസിന് അറിയാം. ആ സെൻഡ് ചെയ്തിരിക്കുന്ന സമയം അതുപോലെ തന്നെ ആ ഒരു സിഗ്നൽ ഈ ഡിവൈസിൽ എത്തിച്ചേരുന്ന സമയവും തമ്മിൽ കമ്പയർ ചെയ്താൽ എത്ര സമയം കൊണ്ടാണ് ആ സിഗ്നൽ ഇവിടെ എത്തിയത് എന്ന് നമുക്ക് മനസ്സിലാവും. പിന്നെ ഈ ഒരു സിഗ്നൽ സഞ്ചരിക്കുന്നത് പ്രകാശ വേഗതയിലാണ്, ലൈറ്റ് സ്പീഡ്. അപ്പോൾ ആ ഒരു സ്പീഡും ആ ഒരു സഞ്ചരിക്കാൻ എടുത്ത സമയവും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഒബ്ജക്റ്റിൽ നിന്നും ആ ഒരു സാറ്റലൈറ്റിലോട്ട് എത്ര ദൂരം ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ആ കണ്ടുപിടിച്ച ആ ഒരു ഡിസ്റ്റൻസ് വെച്ചിട്ടാണ് നമ്മൾ ഈ സ്ഫിയർ സർക്കിളൊക്കെ വരയ്ക്കുന്നത്. അപ്പോൾ ഈ സമയം ഈ സ്പീഡൊക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ സാറ്റലൈറ്റിൻ്റെ ഡിസ്റ്റൻസും അതുപോലെ തന്നെ നമ്മൾ പൊസിഷൻ എല്ലാം കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഈ സമയം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഈ സമയം കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സാറ്റലൈറ്റ് യൂസ് ചെയ്യുന്നത് ആറ്റോമിക് ക്ലോക്കുകളാണ്. അതായത് അവരുടെ സമയം വളരെ പ്രിസൈസ് ആയിരിക്കും. അതായത് മൈക്രോ സെക്കൻഡ് വരെ അവർ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മൾ ഈ മൊബൈൽ ഡിവൈസിൽ ഈ ആറ്റോമിക് ക്ലോക്കുകളൊന്നുമില്ല. അങ്ങനെ യൂസ് ചെയ്യണമെങ്കിൽ അത് വളരെ കോസ്റ്റ്ലി ആയിട്ട് മാറും. നമ്മുടെ ഈ ഡിവൈസിൽ നോർമൽ ക്ലോക്കാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ മൈക്രോ സെക്കൻഡ്സ് ഇവിടെയുള്ള നോർമൽ ക്ലോക്ക് നമ്മൾ ചെറിയൊരു സമയത്തിന് വേരിയേഷൻ വരും. അപ്പോൾ ഈ ചെറിയൊരു വേരിയേഷൻ വെച്ചിട്ട് തന്നെ നമ്മൾ കിലോമീറ്റേഴ്സിൻ്റെ ഡിഫറൻസ് ആയിരിക്കും ഈ പൊസിഷൻ കണ്ടുപിടിക്കുമ്പോൾ. അപ്പോൾ ഈ ഒരു എറർ ഇത് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു നാലാമതൊരു സാറ്റലൈറ്റും കൂടി യൂസ് ചെയ്യും. ഈ നാലാമതൊരു സാറ്റലൈറ്റ് യൂസ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 3 സാറ്റലൈറ്റും കണ്ടുപിടിക്കുന്ന പൊസിഷൻ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ നാലാമതൊരു സാറ്റലൈറ്റിൻ്റെ സ്ഫിയർ വരയ്ക്കുന്നത്. അപ്പോൾ അതിലെന്തെങ്കിലും ആ ഒരു നാലാമതൊരു സ്ഫിയർ അത് മാച്ച് ചെയ്യുന്ന ആ ഒരു പൊസിഷൻ മാച്ച് ചെയ്യുന്നില്ലെങ്കിൽ അവർക്ക് മനസ്സിലാവുന്നതിൽ എന്തോ ഒരു മിസ്മാച്ചിങ് ഉണ്ടെന്നല്ലേ. അപ്പോൾ അത് ആ ഒരു മിസ്മാച്ചിങ് നമ്മുടെ ഈ ഒരു GPS ഡിവൈസിൽ ആ ഒരു ചെറിയൊരു കറക്ഷൻസ് ഒക്കെ വരുത്തിയിട്ട് അവർ ആ പൊസിഷൻ കറക്റ്റ് പൊസിഷൻ നമുക്ക് പറഞ്ഞു തരും. അപ്പോൾ നമുക്കറിയാം ഈ ഒരു സാറ്റലൈറ്റ് കറക്റ്റ് സമയത്ത് കറക്റ്റ് പൊസിഷനിൽ കറങ്ങിക്കൊണ്ടിരുന്നാലും നമുക്ക് കറക്റ്റ് പൊസിഷൻ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഒരു സാറ്റലൈറ്റ് കറക്റ്റ് സമയത്ത് കറക്റ്റ് പൊസിഷനിലാണോ കറങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്ന് ഈ ഗ്രൗണ്ട് സ്റ്റേഷൻസ് നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ അതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളത് എറർ ഫിക്സ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഈ സാറ്റലൈറ്റും അതുപോലെ തന്നെ ഈ ടൈം കാൽക്കുലേഷനൊക്കെ വെച്ചിട്ടാണ് നമ്മൾ പൊസിഷൻ കണ്ടുപിടിക്കുന്നത് അല്ലേ. അപ്പോൾ ഈ ടൈം കാൽക്കുലേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഈ സാറ്റലൈറ്റിൻ്റെ വർക്കിംഗ് എല്ലാം ബേസ് ചെയ്തിരിക്കുന്നതിന് കുറച്ച് ഫിസിക്സ് കൺസെപ്റ്റുകൾ യൂസ് ചെയ്തിട്ട്. അപ്പോൾ അതിലൊന്നാണ് ഐൻസ്റ്റീൻ്റെ ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി. കൂടുതൽ ഡീറ്റെയിൽസിലൂടെ പോകുന്നില്ല, നമ്മൾ ജസ്റ്റ് ബേസിക് കാര്യങ്ങൾ മാത്രമേ അവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് ഈ വീഡിയോയിൽ. അപ്പോൾ ഇത് പറഞ്ഞ പോലെ നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന GPS പല ആപ്ലിക്കേഷനിൽ യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ. ഇപ്പോൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു സ്വിഗ്ഗി ഇൻസ്റ്റാൾ ചെയ്തു. ഈ സ്വിഗ്ഗി ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് നമ്മളോട് ചോദിക്കും നമ്മൾ ലൊക്കേഷൻ ഷെയർ ചെയ്യണോ. അതായത് നമ്മൾ GPS ഡിവൈസിൽ നിന്ന് നമ്മുടെ ലൊക്കേഷൻ ഈ ഒരു ആപ്ലിക്കേഷനിലൂടെ ഷെയർ ചെയ്യണം എന്നുള്ളതിൻ്റെ പെർമിഷനാണ്. അപ്പോൾ അത് കൊടുത്തു കഴിഞ്ഞാൽ ഞാനിപ്പോൾ കാലിക്കറ്റിൽ നിന്നോ അത് കൊടുത്തു. പക്ഷേ ശേഷം ഞാൻ ബാംഗ്ലൂർ വന്ന് ഞാൻ ഒരു സ്വിഗ്ഗി ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി കറണ്ട് ലൊക്കേഷൻ അവിടെ വരികയും ചെയ്യും. ആ ലൊക്കേഷൻ ബേസ് ചെയ്തിട്ടുള്ള റെസ്റ്റോറൻറ്റ് തന്നെ നമുക്ക് കാണിച്ചു തരികയും ചെയ്യും. അപ്പോൾ ഈ GPS ഡിവൈസും ഈ GPS ഡിവൈസ് കണ്ടുപിടിക്കുന്ന പൊസിഷനും ബേസ് ചെയ്തിട്ടാണ് പല ആപ്ലിക്കേഷൻസ് വർക്ക് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ ഗൂഗിൾ മാപ്പ്, ഊബർ, ഓല, ബംബിൾ. ഈ ബംബിളിനകത്ത് നമുക്കിപ്പോൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സിറ്റിയിലെ ആൾക്കാരെല്ലാം കാണാൻ പറ്റില്ല കണ്ടറിയുന്നത്. ഇപ്പം ഞാനിപ്പോൾ കൊച്ചിയിൽ നിന്ന് കുറച്ച് പേരെ കണ്ടറക്കി വെച്ചു, എന്നിട്ട് വേറെ സിറ്റിയിലോട്ട് പോവുക. അപ്പോൾ സിറ്റി എത്തുന്ന സമയത്ത് അവർക്ക് മനസ്സിലാവും ഞാൻ വേറെ സിറ്റിയിലെത്തി. അപ്പോൾ ആ സിറ്റിയിലുള്ള ആൾക്കാരെ നമുക്ക് കാണിച്ചു പറ്റും. പക്ഷേ വേറെ പ്രശ്നം എന്താ വെച്ചാൽ നമ്മൾ ആ പഴയ സിറ്റിയിലെ ആൾക്കാരായിട്ട് കണക്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്. നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന ഒരു ടെക്നോളജി എന്ന രീതിയിൽ നമ്മൾ GPS-നെ പറ്റി ഒരു വീഡിയോ ചെയ്യാൻ തീരുമാനിച്ചത്. അപ്പോൾ എന്തെങ്കിലും ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയ എന്തെങ്കിലും ടോപ്പിക്കുകൾ ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. നമുക്ക് സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാം. അപ്പോൾ പുതിയൊരു കണ്ടന്റ് പോയി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.